ഞങ്ങൾ അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസ് എന്ന് വരുന്നവരാണ്. ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പേര് റിയൽ ടൈം ഹോം ബേസ്ഡ് നോൺ ഇൻവേസീവ് എൽഡർ പേഷ്യൻ്റ് മോണിറ്ററിംഗ് സിസ്റ്റം. ഞങ്ങളുടെ പ്രൊജക്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ വീട്ടിൽ വയസ്സായ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടാവും. അവർക്കിപ്പോൾ അവർ നോക്കാൻ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും സാധിക്കാറില്ല. എല്ലാവരും ജോലിക്ക് പോകും, കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകും. അവർ മിക്കവാറും വീട്ടിൽ ഒറ്റയ്ക്കാണ് ഇരിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ഗ്ലൗ കൊടുക്കും. അതിൽ 2 സെൻസർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഒരു ഹാർട്ട് റേറ്റ് സെൻസറും ഒരു ടെമ്പറേച്ചർ സെൻസറും. ഈ ടെമ്പറേച്ചർ സെൻസറും ഹാർട്ട് റേറ്റ് സെൻസറും കണ്ടിന്യൂസ് വാല്യൂസ് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ക്രിട്ടിക്കലായ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ വിവരം നമ്മളൊരു കമ്പ്യൂട്ടറിലെത്തിക്കും. ഈ കമ്പ്യൂട്ടർ മുഖാന്തരം നമ്മളൊരു മൊബൈലിലേക്ക് അയച്ച് മെസ്സേജായിട്ട് ഡോക്ടർക്ക് എല്ലാവരും അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രൊജക്റ്റ് വികസിപ്പിച്ചെടുത്തത് പല സ്റ്റെപ്പുകളിലൂടെയാണ്. അതിൽപ്പെട്ട 5 സ്റ്റെപ്പുകളാണ് ഞങ്ങളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പ്രൊജക്റ്റിൻ്റെ ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷനിലേക്ക് കിടക്കാം. ഇതാണ് ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ. ഇതിൽ ബേസിക്കലി 3 മൊഡ്യൂളാണുള്ളത്. ആദ്യത്തെ മൊഡ്യൂൾ സെൻസർ മൊഡ്യൂൾ. ഈ സെൻസർ മൊഡ്യൂൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ബേസിക്കലി ടെമ്പറേച്ചർ സെൻസറും ഹാർട്ട് സെൻസറും ഉള്ളത്. ഈ ടെമ്പറേച്ചർ സെൻസർ നമ്മുടെ ഒരു രോഗിയുടെ ടെമ്പറേച്ചർ എടുക്കുന്നു, ടെമ്പറേച്ചർ വിവരങ്ങൾ എടുക്കുന്നു. ഹാർട്ട് സെൻസർ ആ രോഗിയുടെ ഹാർട്ട് റേറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ എടുക്കുന്നു. എത്ര ഹാർട്ട് റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ രോഗിയുടെ ബോഡി ടെമ്പറേച്ചർ എന്താണ്, ആ വിവരങ്ങളാണ് ഈ 2 സെൻസർ കളക്ട് ചെയ്യുന്നത്. ഇത് നമ്മളൊരു ട്രാൻസ്മിറ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് മൊഡ്യൂളിലേക്ക് പാസ് ചെയ്യുന്നു. ഇതിലുള്ളതൊരു ബേസിക്കലി പിക് മൈക്രോ കൺട്രോളറാണ്. ഈ മൈക്രോ കൺട്രോൾ ഈ 2 വാല്യൂസ് റിസീവ് ചെയ്തിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടറിലേക്കാണ് നമ്മൾ ഈ വാല്യൂസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് യുസാർഡ് പ്രോട്ടോക്കോളിലേക്ക് മാക്കുന്നുണ്ട്. അപ്പോൾ ഈ പിക് മൈക്രോ കൺട്രോളർ ഈ 2 സെൻസസിൻ്റെ വിവരങ്ങൾ എടുത്തിട്ട് യുസാർഡ് മോഡ്യൂളാക്കിയിട്ട് നമ്മൾ PC യിലേക്ക് പാസ് ചെയ്യുന്നു. PC നമ്മളൊരു കസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്. ആ കസ്റ്റം സോഫ്റ്റ്വെയറാണ് 3ാമത്തെ ഭാഗമായി കാണിച്ചിരിക്കുന്നത്, റിസീവിംഗ് ആൻഡ് സെൻഡിങ് മൊഡ്യൂൾ. ഈ മൊഡ്യൂൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിൽ നിന്ന് വരുന്ന വിവരങ്ങൾ, അതായത് ടെമ്പറേച്ചർ സെൻസറിനെ കുറിച്ചും ഹാർട്ട് ബീറ്റ് സെൻസറിനെ കുറിച്ചും വരുന്ന വിവരങ്ങൾ ഇത് ശേഖരിച്ചിട്ട് അത് നമ്മൾ അളക്കും. ഒരു പ്രത്യേക സ്കെയിൽ, അതായത് നമ്മൾ ഇത്ര ലെവൽ വരെ വേരിയേഷൻ വരാം, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് ഇത്ര വരെ ഒരു 72 മുതൽ അല്ലെങ്കിൽ 60 മുതൽ ഒരു 80 വരെ വേരി ചെയ്യാം. ആ വേരിയേഷൻ നമ്മൾ അതിൽ ഫീഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ, അതായത് അതിനെ തരണം ചെയ്യുക, അല്ലെങ്കിൽ ആ വാല്യൂസിന് മറികടന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉടൻ തന്നെ ഈ സോഫ്റ്റ്വെയർ USB ഒരു മോഡമായി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ മോഡം വഴി അത് മെസ്സേജ് അയക്കും. അതായത് ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ വിവരം പോവും, ഡോക്ടേഴ്സിൻ്റെ വിവരം പോവും. അപ്പോൾ അവർക്ക്, അതായത് രോഗിയുടെ അടുത്തില്ലാത്ത ആൾക്കാർക്ക്, അതായത് ഡോക്ടേഴ്സും റിലേറ്റീവ്സിനും അവർക്ക് ഈ രോഗിക്ക് ഒരു പ്രത്യേക ശരിയല്ല, ആ രോഗിയുടെ ആരോഗ്യനില ശരിയല്ല എന്നുള്ള വിവരം അവർക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് വേണ്ട നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കാൻ സാധിക്കും. ഇതാണ് ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ വിവരങ്ങൾ. റിയൽ ടൈം റിമോട്ട് നോൺ ബേസിക് ഹോം ബേസ് എൽഡർ പേഷ്യൻ്റ് മോണിറ്ററിംഗ് സിസ്റ്റം. അതിൽ 2 സെൻസറുകളുണ്ട്. ഒരു ഗ്ലൗസാണ് ഈ 2 സെൻസറുകളും കണക്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഹാർട്ട് റേറ്റ് സെൻസറും ഒന്ന് ടെമ്പറേച്ചർ സെൻസറും. ഈ 2 സെൻസറുകളും ഒരു രോഗിയുടെ പ്രസൻറ്റ് ബോഡി ടെമ്പറേച്ചർ എത്രയാണ് അത് കളക്ട് ചെയ്യും. ഹാർട്ട് റേറ്റ് സെൻസർ ആ രോഗിയുടെ ഹാർട്ട് റേറ്റ്, അത് എത്ര ബീറ്റ്സ് പെർ സെക്കൻഡ് ആണെന്നുള്ള വിവരം കളക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മളൊരു മൈക്രോ കൺട്രോൾ വഴി ഒരു PC ആയിട്ട് ഇൻ്റർഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം, ഇവിടെ ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും നമുക്ക് ഉടനെ PC യിൽ തന്നെ ലഭിക്കുന്നതാണ്, കമ്പ്യൂട്ടറിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു വേരിയേഷൻ, ഒരു ക്രിട്ടിക്കൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഈ കമ്പ്യൂട്ടർ വഴി കണ്ടുപിടിക്കാൻ സാധിക്കും. കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ വഴി കണ്ടുപിടിക്കാൻ സാധിക്കും. ജാവ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ആ ആപ്ലിക്കേഷൻ വഴി നമ്മൾ വേരിയേഷൻ സെൻസ് ചെയ്തിട്ട് നമ്മൾ ഡോക്ടർക്ക് അല്ലെങ്കിൽ ആ രോഗിയുടെ ബന്ധുക്കൾക്ക് നമുക്ക് ഉടൻ തന്നെ ഒരു GSM മോഡം വഴി നമ്മൾ മെസ്സേജ് അയച്ചിട്ട് അവർ വിവരം അറിയിക്കുന്നതാണ്. ഇനിയിപ്പോൾ ആ മെസ്സേജ് നോട്ടീസ് ചെയ്യാണ്ട് പോവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ മെസ്സേജ് കണ്ടില്ല എന്നുള്ളതാണെങ്കിൽ ഉടൻ തന്നെ നമ്മളൊരു വോയിസ് കോളും പ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് കോൾ വന്നാൽ അവർക്ക് മനസ്സിലാക്കാം രോഗിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എൽഡറിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ അവർക്ക് വേണ്ട നടപടികൾ, അതായത് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അവർക്ക് ആലോചിക്കാവുന്നതാണ്.